ഈ ദുരന്തത്തിൽ തിരിച്ചറിയപ്പെടാതെ പോയവരുടെ മൃതദേഹങ്ങൾ സർവ്വമത പ്രാർത്ഥനയോടെ സംസ്കരിച്ചപ്പോഴും തീരാവേദനയോടെ മടങ്ങിയ കുടുംബങ്ങളുണ്ട്. ഇവർക്ക് അല്പമെങ്കിലും ആശ്വസിക്കാവുന്ന രീതിയിലാണ് DNA പരിശോധനയിൽ 42 മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞത്. അവരെ സംസ്കരിച്ച ഇടം കാണാനും പ്രാർത്ഥിക്കാനും എത്തുകയാണ് കണ്ണീരോടെ ഈ കുടുംബാംഗങ്ങൾ. ഉരുൾ ദുരന്തം വിതച്ച മുണ്ടക്കൈ, അട്ടമല, ചൂരൽമല എന്നിവിടങ്ങളിൽ മരിച്ചവരിൽ തിരിച്ചറിയപ്പെടാതെ പോയ മൃതദേഹങ്ങൾ ഏറെയായിരുന്നു. പെട്ടെന്ന് തന്നെ സംസ്കാരം പൂർത്തിയാക്കേണ്ടതിനാൽ സർവ്വമത പ്രാർത്ഥനയോടുകൂടി പിന്നീട് തിരിച്ചറിയാനുള്ള എല്ലാ ശാസ്ത്രീയമായ രീതികളും അവലംബിച്ചാണ് പുത്തുമലയിൽ സംസ്കാരം പൂർത്തിയാക്കിയത്. 30 ദിവസം പൂർത്തിയാക്കുമ്പോൾ 42 പേരെ കൂടി DNA പരിശോധനയിലൂടെ തിരിച്ചറിയുകയാണ്. ഏറെ വൈകിയാണെങ്കിലും പുത്തുമലയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ബന്ധുക്കളെ കാണാൻ പരിശോധനയിലൂടെ തിരിച്ചറിഞ്ഞപ്പോൾ ആളുകൾ എത്തിത്തുടങ്ങി. മീസാൻ കല്ലുകളിൽ പലരുടെയും പേരുകൾ വന്നു തുടങ്ങി. വിവിധ ശരീരഭാഗങ്ങൾ 2 അറകളിലടക്കം സംസ്കരിച്ചവരും ഇവിടെയുണ്ട്. എങ്കിലും അനാഥരല്ലെന്ന് ഓർമ്മിപ്പിക്കാൻ ബന്ധുക്കൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അവരവരുടേതായ രീതിയിൽ പ്രാർത്ഥനകളും പുഷ്പാർച്ചനകളും നടത്തി നിറകണ്ണുകളോടെയാണവർ തിരിച്ചു പോകുന്നത്. ആവശ്യമുള്ളവർ അപേക്ഷ സമർപ്പിച്ചാൽ സംസ്കരിച്ച മൃതദേഹം വിട്ടുകൊടുക്കാനും അധികൃതർ തയ്യാറായിരുന്നു. പുത്തുമലയിൽ അനാഥമായി കിടന്ന മൃതശരീരങ്ങൾ പലതും സനാഥമായി തുടങ്ങി. മീസാൻ കല്ലുകളും ബന്ധുക്കൾ കൊണ്ടുവച്ച പുഷ്പങ്ങളും ഇനി അവരുടെ ജീവിതകഥ പറയും. പുത്തുമലയിൽ നിന്നും ക്യാമറാമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില.